നമ്മളിപ്പോൾ വന്ന ലിസ്റ്റിനകത്ത് പേരുണ്ട്. 23 പേരാണ് ഇന്ന് കൊച്ചിയിലെത്തുന്നത്. പക്ഷേ നോർക്ക ഇതുവരെയും കൺഫർമേഷൻ തന്നിട്ടില്ല. കാരണം ഇത് വളരെ താമസിച്ചിട്ടാണ് ഇദ്ദേഹം ഇതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഇന്നലെ വൈകിട്ടാണ്. അപ്പോൾ പിന്നെ വീട്ടുകാരറിഞ്ഞത് ഇന്ന് രാവിലെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ശരി, അതൊരു അരമണിക്കൂറിനകം അവർ കൺഫർമേഷൻ തരാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നോർക്ക. അതെ അതെ അതെ, ഇതുവരെ ആയിട്ടില്ല. കാരണം അത് ഇന്നലെ ഒരുപാട് അവസാനമാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കാതെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ മറ്റെല്ലാം വളരെ സ്പീഡപ്പ് ചെയ്ത് അവർ ചെയ്തു. കുടുംബം വളരെ പരിതാപകരമാണ്. വൈഫിന് എനിക്ക് തോന്നുന്നു അസുഖമാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അച്ഛനും വളരെ സീരിയസായി അസുഖമുള്ള ആളാണ്. ആ കുടുംബത്തെ സഹായിക്കണം, ഏതു വിധത്തിലും സഹായിക്കുക. ഗവൺമെൻറ് എന്തായാലും സഹായധനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നോർക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല വ്യവസായികളും ഇപ്പം നല്ലതുപോലെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അപകടം ഉണ്ടായ സ്ഥാപനം തന്നെ ഇവർക്ക് വേണ്ടുന്ന സഹായം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉൾക്കൊള്ളാൻ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അച്ഛനൊക്കെ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. വൈഫിന് അതിനപ്പുറത്തേക്കാണ്. അതിവിടെ മാത്രമല്ല, എല്ലായിടും അതാണ്. നമുക്കറിയാമല്ലോ, ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം. അത് സ്വന്തം ഭർത്താവാണെങ്കിൽ, സ്വന്തം മകനാണെങ്കിൽ, അവരുടെ അമ്മയ്ക്കും ഒട്ടും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായത്. ഏത് സഹായം കൊടുത്താലും അതൊന്ന് ഒരു ജീവന് പകരമാകില്ല. അതാണ് നമുക്ക്